എന്താണെങ്കിലും അഭിജിത്ത് ദീപ്കയെ വീട്ടുതടങ്കലിലേക്ക് ആക്കിയിട്ടുണ്ട് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അരുൺ, താമസ സ്ഥലത്ത് പോലീസ് അഭിജിത്ത് ദീപ്കയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അഭിജിത്ത് ദീപ്കയും ഇപ്പോൾ പോലീസിന്റെ കരുതൽ തടങ്കലിലാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊരു പ്രധാനപ്പെട്ട വിവരമാണ്. കാരണം അഭിജിത്ത് ദീപ്കയെ നേരത്തെ ഞാൻ പറഞ്ഞതായിരുന്നു, അദ്ദേഹം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹം എവിടെയോ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് പുറത്തേക്ക് പോയത്. നിലവിൽ അഭിജിത്ത് ദീപ്കയെ അവിടെ നിന്ന് എത്തിയ സ്ഥലത്ത് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ പോലീസ് എത്തി അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അഭിജിത്ത് ദീപ്കയും വീട്ടുതടങ്കലിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ, അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പാർലമെന്റ് മാർച്ചിനെ തടയുന്നതിന്റെ ഭാഗമായി അഭിജിത്ത് ദീപ്കയെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വേണം അരുൺ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. എന്താണെങ്കിലും പ്രതിഷേധം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്ത്, ഐസ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തുടരുകയാണ്. ജന്തർ മന്ദിറിൽ ഏറെക്കുറെ വലിയ തരത്തിൽ വിദ്യാർത്ഥികളുടെ മറ്റാളുകളുടെയൊക്കെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞു. കാരണം കൂടുതൽ ആളുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാനൊന്നും കഴിയുന്നില്ല. രണ്ട് വീടുകൾ ആളുകളേക്ക് ഒരു സൈഡിൽ നിന്ന് പയ്യെ പുറത്തേക്ക് ഒഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജന്തർ മന്ദിറിന്റെ മറ്റു വശത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. നിലവിൽ ഈ പറഞ്ഞ ജന്തർ മന്ദിറിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ പോലീസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പോലീസിന്റെ മാത്രം സാന്നിധ്യമാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇവിടേക്ക് കാണാൻ കഴിയുന്നത്. അതായത് വലിയ ഒരു ആൾക്കൂട്ടത്തെ ഇവിടെ നിന്ന് പോലീസ് ഒരു വശത്ത് നിന്ന് മാറ്റുന്നുണ്ട് എന്നാണ് നമുക്ക് കാഴ്ചയിൽ തന്നെ വ്യക്തമാവുന്നത്. എന്താണെങ്കിലും ജന്തർ മന്ദിറിൽ നിന്ന് കുറേയധികം പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയാം. അത് സ്ഥിരീകരിക്കാം. ഒപ്പം അഭിജിത്ത് ദീപ്കയെ വീട്ടുതടങ്കലിലാണ്, കരുതൽ തടങ്കലിലാണ് എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. അരുൺ, അദ്ദേഹം അത് അഭിജിത്ത് ദീപ്കെ രാവിലെ ഇവിടെ നിന്ന് പോയ സ്ഥലത്ത്, അവിടെ എത്തിയ സ്ഥലം ഏതാണെന്ന് നമുക്ക് വ്യക്തമല്ല. ആ സ്ഥലത്ത് വെച്ച് പോലീസ് അദ്ദേഹത്തെ കരുതൽ തടങ്കലിലാക്കി എന്നാണ് നമുക്കറിയുന്നത്. भाई ये क्या हुआ है? जेल पर देंगे पर सोनम सर को कुछ नहीं होने देंगे. पुलिस नहीं, बीजेपी के पालतू कुत्ते हैं ये. പോലീസല്ല, BJP-കാരാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയെന്നൊക്കെയാണ് എന്തായാലും ഇവർ പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്. ആണെങ്കിലും പ്രതിഷേധം, അതായത് ഈ പറഞ്ഞ നിരാഹാര സമരം, ഈ ഐസ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടന നിരാഹാര സമരം ഇന്നിപ്പോൾ കാണാൻ കഴിയും. 20ാം ദിവസമാണ് ഈ സമരം. സോനം വാങ്ചുക്കിന്റെ 21ാം ദിവസവുമായി. എന്താണെങ്കിലും സമരത്തിൽ നിന്ന് സോനം വാങ്ചുക്കിനെ പിന്തിരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഇപ്പോൾ എന്തായാലും കസ്റ്റഡി എടുത്ത് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വിദ്യാർത്ഥികളെ കൂടി കസ്റ്റഡി എടുത്ത് നീക്കുമോ? ഇനിയിപ്പോൾ നമ്മൾ ദൃശ്യം കാണുന്ന ഈ വിദ്യാർത്ഥി സംഘം മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് എന്ന് വേണം പറയാം. ഇവരെ കൂടി കസ്റ്റഡി എടുത്ത് മാറ്റുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. ഇതാണെങ്കിലും ജന്തർ മന്ദിറിൽ ഉണ്ടായ വലിയ പോലീസ് നടപടി, പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ നടപടി എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഇങ്ങനൊരു നടപടി ഒരുപക്ഷെ ഇവിടുത്തെ പ്രതിഷേധക്കാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഒരു തരത്തിലും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സാധാരണഗതിയിലെ പോലെ സാധാരണ നടക്കുന്ന പോലെ തന്നെ സമരം സമാധാനപരമായി മുന്നോട്ട് പ്രതിഷേധം, ഒപ്പം അവർ നിരാഹാര സമരമൊക്കെ പോവുകയായിരുന്നു. ആ സമയത്താണ് പോലീസിന്റെ ഒപ്പം അർദ്ധസൈനിക വിഭാഗത്തിലേക്ക് ഒരു സാഹചര്യം ഇങ്ങോട്ട് വരികയും അവർ ഉടൻ തന്നെ ഇവരെ കസ്റ്റഡി എടുത്ത് മാറ്റുകയും സാഹചര്യം ഉണ്ടായതാണെങ്കിലും ഐസ വിദ്യാർത്ഥികൾ, ഐസ പ്രതികൾ ഇപ്പോൾ പ്രതിഷേധമായി തുടരുകയാണ്. അവരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. क्या हुआ? ये दिल्ली पुलिस नहीं है, ये बीजेपी पुलिस है. आप ये देखिए, पुलिस इस तरह बिहेव करती है. ഈ പറഞ്ഞ ഉണ്ടിലും തലയിലും കയ്യിൽ ചെറിയ പാടുകളൊക്കെ स्टूडेंट के साथ इस तरह बिहेव करते हैं. और ये देखिए आप, ये देखिए दिल्ली पुलिस, देश की पुलिस स्टूडेंट के साथ. आपने दो चीज देखी, स्टूडेंट के साथ कैसे बिहेव किया है आप देख सकते हैं, साइंटिस्ट के साथ कैसे बिहेव किया है ये आप देख सकते हैं, पीसफुल प्रोटेस्ट को कैसे डिस्ट्रॉय किया ये आप देख सकते हैं. तो काहे की दिल्ली पुलिस, काहे की क्या पुलिस है? कोई इन्फॉर्मेशन दिया था आपको इसके बारे में? कोई इन्फॉर्मेशन नहीं. हम पीसफुली बैठे थे, सोनम सर सो रहे थे, अभी सोनम सर सो रहे थे आराम से, और पुलिस अचानक से आती, पीछे से बैरिकेड उठाए और सोनम सर को गुंडों की तरह उठा करके ले गए. हम लोग सोए हुए थे, हमें भी मारा. सोनम सर को उठा के वो लोग क्या गए, और हम जब रुकने वाले थे तो हमें भी मारा. ये RSS के लोग घुसे पुलिस के भर्ती में. वो पुलिस नहीं है, वो देश के गद्दार है, चोर है. होम मिनिस्टर और प्राइम मिनिस्टर, एजुकेशन मिनिस्टर की गद्दारी की वजह से वो आज चोरों की काम कर रहे हैं और हमें धमकी दे रहे, मार भी रहे. ये इतने घाटी एक चोर निकले, देखो मार भी दिया हमें. हम इतने दिन से पीसफुल प्रोटेस्ट में है, उनको वो नहीं दिखा. मारपीट किया हमारे साथ और दिल्ली पुलिस ने चोरों वाला काम किया वर्दी में. बिल्कुल चोरों की तरह आए और सोनम सर को ले गए यहाँ से. दिल्ली पुलिस चोर है, दिल्ली पुलिस चोर है. ये बड़ी चोर है कि बच्चों झूठ के बहाने यहाँ से ले जा रहे. इनको हमारी मेहनत चालाकी है कि ये बाद में अनाउंसमेंट करा रहे. पहले अनाउंसमेंट करा देते तो इतना भगदड़ नहीं मचता. अगर ये पहले अनाउंसमेंट कराते तो ये ഇപ്പോൾ ഏറെ കൗതുകകരമായ കാര്യം ദേശീയ മാധ്യമങ്ങളിലും കാര്യമായി അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പതിവ് പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമാധാനപരമായിട്ടാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ സംഘടിച്ചുകൊണ്ടിരുന്നത്. ഐസിയുടെയും SFIയുടെയും ഒക്കെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥികൾ പക്ഷേ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായ തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല.
സോനം വാങ്ചുക്ക് സമാധാനത്തോടു കൂടി സമരം ചെയ്യുകയായിരുന്നു. 20 ദിവസം പിന്നിട്ടു. 21ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നു. ഇന്നലെ സോനം വാങ്ചുക്ക് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. 20ാം തീയതി നടക്കുന്ന പാർലമെന്റിലേക്കുള്ള മാർച്ച് വരെ ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കും എന്നാണ് പറഞ്ഞിരുന്നത്. നോബൽ മാരിക്കാരൻ അതായിരുന്നു അവസാനം സോനം വാങ്ചുക്ക് പറഞ്ഞത്. ഞാൻ പുറമേ ദുർബലനായിരിക്കാം, പക്ഷേ ആന്തരികമായി എനിക്കിപ്പോഴും ശക്തിയുണ്ട് എന്നാണ് സോനം വാങ്ചുക്ക് പറഞ്ഞത്. ഇപ്പോൾ സോനം വാങ്ചുക്കിനെ അവിടെ വിദ്യാർത്ഥി അഭിജിത് ദീപ്കെ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരുന്ന സമാധാനത്തോടുകൂടി വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരുന്ന വേദിയിലേക്കാണ് പോലീസ് ഇരച്ചെത്തി അവിടെ അവരെ നീക്കം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? നോബൽ മാരിക്കാരൻ, കൂടുതൽ വിദ്യാർത്ഥികൾ ഈ വാർത്ത കണ്ടും കേട്ടും അങ്ങോട്ട് വരുന്നുണ്ടോ? മറ്റ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നുണ്ടോ? അവരുടെ ദേശീയ മാധ്യമ പ്രതിനിധികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അരുൺ, ഇപ്പോൾ സമരവേദിയിലുള്ളത് നിലവിൽ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ട്. കാരണം ജന്തർ അകത്തേക്ക് വിദ്യാർത്ഥികളെ ഇനിയിപ്പോൾ പോലീസ് പ്രവേശിപ്പിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയ സാധാരണഗതിയിൽ പോലീസ് എന്തെങ്കിലുമൊക്കെ മുന്നറിയിപ്പുകൾ ഇവിടെ അനൗൺസ്മെന്റായി നൽകാറുണ്ട്. പക്ഷേ ഇതൊരു കള്ളന്മാരെ പോലെ കള്ളത്തരം ചെയ്യുന്നത് പോലെ പോലീസ് വന്ന് സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് മാറ്റുകയാണ് ചെയ്തത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു പോലീസിന്റെ ഒരു സാന്നിധ്യം പെട്ടെന്നാണ് നടപടി ഇങ്ങോട്ട് ഉണ്ടായത്. ഒരു 3-4 വെള്ള ബെഡ്ഷീറ്റുകൾ പോലീസ് ഈ പറഞ്ഞ സമരവേദിക്ക് നമ്മൾ കാണുന്ന സോനം വാങ്ചുക്ക് ഇരുന്ന അദ്ദേഹത്തിന്റെ സമരവേദിയിലേക്ക് ബെഡ്ഷീറ്റ് അടക്കം നീട്ടുന്നു. ആ ബെഡ്ഷീറ്റ് അതിന് പിന്നാലെ ബെഡ്ഷീറ്റിൽ മറച്ചുകൊണ്ടാണ് എന്നാണെങ്കിലും സോനം വാങ്ചുക്കിനെ ഇവിടെ നിന്ന് കസ്റ്റഡി എടുത്ത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ നടപടി എന്നതാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും സോനം വാങ്ചുക്ക് ഇരുന്ന സമരവേദിയാണ് നമ്മൾ കാണുന്നത്. സമരവേദിയിൽ ആരും ഇല്ല, പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത്. അവിടെ നിന്ന് ഒരു സമരവേദിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും ഒഴിപ്പിച്ചിരിക്കുന്നു. പോലീസ് സമരവേദി, അതായത് ഹങ്കർ സ്ട്രൈക്ക് എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ എന്നുകൊണ്ട് നേരത്തെ ജന്തർ മന്ദിറിൽ നേരത്തെ CJP സ്ഥാപിച്ച ആ സമരവേദിയിലായിരുന്നു സോനം വാങ്ചുക്കിന്റെ പ്രതിഷേധം കഴിഞ്ഞ 20 ദിവസമായി തുറന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ 21ാമത്തെ ദിവസമാണ്. ഈ ദിവസത്തിലാണ് പോലീസ് പൂർണ്ണമായും അവിടെ നിന്ന് പിൻവാങ്ങിയോ? അവർക്ക് ആവശ്യം സോനം വാങ്ചുക്കിനെയായിരുന്നു. പക്ഷേ ഒരു സോനം വാങ്ചുക്ക് മടങ്ങിയാൽ നിരവധി സോനം വാങ്ചുക്കുമാരുണ്ടാവും എന്നാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത്. അത്ര പെട്ടെന്ന് ഈ സമരവീര്യത്തെ അവർക്ക് തള്ളിക്കെടുത്താൻ കഴിയുമോ? പോലീസ് ഇപ്പോൾ പൂർണ്ണമായും പിൻവാങ്ങിയോ അവിടെ നിന്നും? അരുൺ, പോലീസ് എന്താണെങ്കിലും ജന്തർ മന്ദിറിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അർദ്ധസൈനികരടക്കമുള്ള റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ, ഒപ്പം ദില്ലി പോലീസ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം പോലീസ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഉണ്ട് എന്നത്. വലിയ പോലീസ് സന്നാഹമാണ് എന്നാണെങ്കിലും ഇപ്പോഴും ജന്തർ മന്ദിറിൽ തുടരുന്നത്. കാരണം ഇതൊരു അപ്രതീക്ഷിത നടപടി ആയതുകൊണ്ട് തന്നെ, അതായത് പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ വലിയ പോലീസ് സന്നാഹം പെട്ടെന്ന് വിവിധ വാഹനങ്ങളിലായി ഇങ്ങോട്ട് എത്തുകയും നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും ജന്തർ മന്ദിറിൽ ഈ സമരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രതിഷേധക്കാരുണ്ടായ സ്ഥലത്തൊക്കെ ഇപ്പോൾ പോലീസുകാർ മാത്രമാണ് ഉള്ളത്. അത് വനിതാ പോലീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്, മറ്റ് കേന്ദ്രസേനകളുടെ ഭാഗമായിട്ടുള്ള CSFന്റെ അടക്കം സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട പോലീസ് സംവിധാനങ്ങൾ കേന്ദ്രസേന അടക്കമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മൊത്തം പോലീസ് വളയപ്പെട്ടിരിക്കുന്നു ജന്തർ മന്ദിർ എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ആ വേദിയിലേക്ക് പോയി നമുക്ക് കാണാൻ കഴിയും. ആ വേദിയിലായിരുന്നു സോനം വാങ്ചുക്ക് ഉണ്ടായിരുന്നത്. ആ വേദിയിൽ നിന്നാണ് നമ്മൾ വരുമ്പോൾ ഹങ്കർ സ്ട്രൈക്ക്, ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ എഴുതിയ കോൺഗ്രസ് ജനതാ പാർട്ടി നേരത്തെ ഈ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ സ്ഥാപിച്ച ഫ്ലെക്സ് ആണ് ആ കാണുന്നത്. നമ്മൾ ഈ ഫ്ലെക്സ് സ്ഥാപിക്കുന്ന ദിവസം മുതൽ നമ്മൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിങ്ങിന് ഇവിടെ ഉള്ളതാണ്. അന്ന് സ്ഥാപിച്ച ഫ്ലെക്സ് ആണ്. അതിന് ചുവട്ടിലായിരുന്നു സോനം വാങ്ചുക്ക് പ്രതിഷേധമായി ഇരുന്നത്. ഈ സ്റ്റേജിനെ പൂർണ്ണമായും വെള്ള ബെഡ്ഷീറ്റുകളാൽ മറച്ചുകൊണ്ടായിരുന്നു ഈ നടപടി എന്താണെങ്കിലും ഉണ്ടായത്. അവിടെ നിന്ന് ഇതിൻ്റെ പിൻവശത്തേക്ക് ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നു. തൊട്ടു പിന്നിലേക്ക് സോനം വാങ്ചുക്കിനെ എടുത്ത് പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി ആർമൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്താണെങ്കിലും ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം. അതിനുശേഷം നമുക്കിപ്പോൾ ഈ ജന്തർ മന്ദിറിൻ്റെ മറ്റു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ ജന്തർ മന്ദിർ ഒരു 80% കാലിയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അധികം പ്രതിഷേധക്കാർ ഒന്നുമില്ല. പ്രവേശിച്ച് അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. ചില പ്രതിഷേധക്കാർ മാത്രം ICയുടെയൊക്കെ സമരപ്പന്തലിലുണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധക്കാരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോലീസ് ഇരച്ചെത്തിയാണ് സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിൽ എടുത്തത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് 21ാം ദിവസത്തിലേക്ക് കടക്കുകയായിരുന്നു സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം. പ്രേക്ഷകർക്കറിയാമല്ലോ, ഈ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു നിരാഹാരം. സമാധാനപരമായി സംഘടിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു വാചകമുണ്ട്, സമരം ചെയ്തത് എൻ്റെ ശരീരമല്ല, എൻ്റെ മനസ്സാണ്. സോനം വാങ്ചുക്കും പറഞ്ഞത് അങ്ങനെയാണ്. പുറമേ എൻ്റെ ശരീരം ദുർബലനായി തോന്നാമെങ്കിലും ആന്തരികമായി എനിക്കിപ്പോഴും കരുത്തുണ്ട് എന്നാണ്. 21ാമത്തെ ദിവസത്തിലേക്കാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സോനം വാങ്ചുക്കിൻ്റെയും CJPയുടെയും നിരാഹാര സമരം കടന്നത്. 21 ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നിരാഹാര സമരങ്ങൾ 17 എണ്ണമാണ്.
ജീവിതത്തിലുടനീളം സമരം ചെയ്യുകയായിരുന്നല്ലോ ഗാന്ധി. 17 നിരാഹാര സമരങ്ങൾ. അതിലേറ്റവും കൂടുതൽ സമരം നിരാഹാരമനുഷ്ഠിച്ച പരമാവധി ദിവസം 21. ഇന്ന് സോനം വാങ്ചുക്ക് ആ ദിവസത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നെൽസൺ മണ്ടേല എന്ന ഗാന്ധിയുടെ ശിഷ്യനായ സമാധാനപരമായി സംഘടിച്ച് അന്ന് ജയിലഴിക്കുള്ളിലായ നെൽസൺ മണ്ടേലയുടെ ജന്മദിനം കൂടിയാണ്. ഈ ദിനത്തിലാണ് സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നത്. ആരാണ് സോനം വാങ്ചുക്ക്? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ലഡാക്കിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലഡാക്കിന്റെ വിദ്യാഭ്യാസ അവകാശത്തിനായി, ലഡാക്കിന്റെ പാരിസ്ഥിതിക ആവശ്യത്തിനായി, ലഡാക്കിന്റെ സംസ്ഥാന അവകാശത്തിനായി പോരാടിയ സോനം വാങ്ചുക്ക്. അന്ന് 175 ദിവസമാണ് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ ഇതേ സോനം വാങ്ചുക്കിനെ കിടത്തിയത്. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന തലേ ദിവസമാണ് സോനം വാങ്ചുക്കിനെ അന്ന് വെറുതെ വിട്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കണം, സോനം വാങ്ചുക്കിന്റെ അച്ഛൻ സോനം വാങ്യാലും ലഡാക്കിന് വേണ്ടി പോരാടിയ മനുഷ്യനായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി പഴച്ചാറ് കൊടുത്താണ് ഈ സോനം വാങ്ചുക്കിന്റെ അച്ഛൻ സോനം വാങ്യാലിന്റെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. പട്ടികവർഗ പദവി ലഡാക്കിന് കൊടുക്കണമെന്നായിരുന്നു അച്ഛന്റെ ആവശ്യം. ഇന്ന് മകനെ BJP പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. സോനം വാങ്യാലിന് ഇന്ദിരാഗാന്ധി പഴച്ചാറ് കൊടുത്ത് സമരം അവസാനിപ്പിക്കുന്നു. ഇന്നിപ്പോൾ സോനം വാങ്ചുക്കിന് 21ാമത്തെ ദിവസം പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതാണ് മാറ്റം.